അവർക്ക് ഇവിടെ നമ്മൾ ശരിക്കും തുടങ്ങിയത് ഒരു ഐശ്വര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അവർക്കുള്ള ഫണ്ട് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുക. തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്തുമ്പോൾ തന്നെ ആ പ്രഖ്യാപിച്ച എന്താണോ ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് ഏറ്റത് അത് കൊടുക്കാൻ വേണ്ടി MLA-യും മറ്റ് ജനപ്രതിനിധികളും നേരിട്ടെത്തുക. ഈ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഈ റെയിൽവേക്കര ഈ ചേങ്ങോട് വാർഡ് അല്ലേ, ഈ ചേങ്ങോട് വാർഡിൽ കഴിഞ്ഞ 10 വർഷം LDF-ന്റെ ഒരു മെമ്പർ ആയിരുന്നു. അതിനുശേഷം ഇപ്പോ നല്ല ഭൂരിപക്ഷത്തിനാണ് ഇവിടുന്ന് UDF-ന്റെ കോൺഗ്രസിലെ ഒരു അംഗം തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ നിന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റാണ് നജ്മ തബ്ഷീറയും അതുപോലെ മറ്റ് ആളുകളൊക്കെ ഇവിടെ മത്സരത്തിന്റെ ആദ്യഘട്ട പ്രചരണം തുടങ്ങിയത് ഇവിടെ നിന്നാണ്, റെയിൽവേ കരയിൽ നിന്നാണ്. അപ്പോൾ നാട്ടുകാർ ഒരു കാര്യം പറഞ്ഞു, ഈ റോഡ് ഞങ്ങൾക്ക് നന്നാക്കി തരണം, അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ വോട്ട് ചെയ്തില്ലെന്ന് വരും. അവിടെ വെച്ച് തന്നെ MLA പറഞ്ഞു, ബാക്കിയുള്ളവരും പറഞ്ഞു, നിങ്ങൾ വോട്ട് ചെയ്ത് ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത് പരിഹരിക്കുന്നു. ജനങ്ങൾ വോട്ട് ചെയ്തു. നല്ല ഭൂരിപക്ഷത്തിന് UDF-ന്റെ ഇവിടുത്തെ വാർഡ് മെമ്പറെ വിജയിപ്പിച്ചെന്ന് മാത്രമല്ല, നല്ല ഭൂരിപക്ഷത്തിന് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ UDF-ന് തുടർഭരണം ഉണ്ടായി. പ്രതിപക്ഷം 2 പേരേ ഉള്ളുവെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൽ നല്ലൊരു ഭൂരിപക്ഷത്തിന് അധികാരം കിട്ടി. MLA സാധാരണ ഇങ്ങനെ സുകുമാരൻ ചേട്ടനുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുകുമാരൻ ചേട്ടനുണ്ട്, അതുപോലെ വൈസ് പ്രസിഡന്റ്, പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. ഇവര് ജനങ്ങളെല്ലാവരും പറഞ്ഞത് MLA, ഞാൻ ഇവിടെ വന്ന് ആദ്യമൊന്നും എല്ലാവരോടും ചോദിച്ചു, MLA ഞങ്ങൾക്കൊരു കാര്യം പരിഹരിക്കാമെന്ന് പറഞ്ഞു. ആ പ്രതീക്ഷയോടെ ഞങ്ങൾ വോട്ട് ചെയ്തു. ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ എത്തുമെന്നും പറഞ്ഞു. അപ്പം ഞങ്ങളും എത്തി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പല സ്ഥലത്തും വാഗ്ദാനങ്ങളൊക്കെ ഈ റോഡ് ശരിയാക്കാനുള്ള ഇതൊരു സന്തോഷമാണ്. ആ സന്തോഷം MLA തന്നെ പങ്കുവെക്കും. ഇതിലെ വാസ്തവത്തില് നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ്റെ ആയി ബന്ധപ്പെട്ടു ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരോടും ഒരുമിച്ച് നിന്നിട്ട് പറഞ്ഞു, ഈ റോഡിന്റെ പ്രശ്നം ഇത് അത്ഭുതകരമായിട്ട് തോന്നുകയാണ്. ഇങ്ങനെ മങ്കട മണ്ഡലത്തിൽ ഇതേപോലെ റോഡ് പിന്നെ ഉണ്ട് എന്നുള്ളത് വലിയ ദുഃഖകരമായിട്ടൊരു സ്ഥിതിയാണ്. അപ്പൊ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്, ഇലക്ഷൻ ഉണ്ട്, മത്സരിക്കുന്നുണ്ട്, ജയിപ്പിക്കണം നിങ്ങളെല്ലാവരും. ഈ റോഡ് ഞാൻ എങ്ങനെയെങ്കിലും ആയിട്ട് പൂർത്തീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സിദ്ദീഖ് നമ്മുടെ മെമ്പർ, അദ്ദേഹം 400 ചില്ലാൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ചത്. നമ്മുടെ നജ്മ പഞ്ചായത്ത് പ്രസിഡന്റായിപ്പോ, അന്ന് നമ്മൾക്ക് അറിയില്ല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. അന്ന് ഞാൻ വെറുതെ ഒരു ഹിന്റ് കൊടുത്തിരുന്നു, ജയിക്കുകയാണെങ്കിൽ ചിലപ്പം വലിയ ഒരു ഉയരത്തിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ പോയി. നമ്മുടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ, കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണ്. അപ്പൊ അവര് നല്ല വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഭൂരിപക്ഷം എത്ര? 600 അല്ല ഇവിടെ 3000. അപ്പൊ അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവര് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുമാരൻ, അദ്ദേഹം നല്ല വോട്ടിന് ജയിച്ചു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഗംഭീരമായിട്ട് വിജയിപ്പിച്ചെന്നതാണ് സത്യം. എല്ലാവരോടും ഒരുമിച്ച് നമ്മുടെ കക്ഷി രാഷ്ട്രീയം എന്നവർ നോക്കിയില്ല. ഈ റോഡ് ആവശ്യമാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഞങ്ങൾ സഹായിച്ചു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവരൊന്നും ആവശ്യപ്പെടാതെ തന്നെ ഞാൻ ഒരു 2-3 ദിവസം മുമ്പേ നമ്മൾ ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് ഇവിടെ നമ്മൾ ശരിക്കും തുടങ്ങിയത് ഒരു ഐശ്വര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അവർക്കുള്ള ഫണ്ട് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ടിന്റെ ലെറ്ററൊക്കെ ഞങ്ങൾ എഴുതിയിട്ട് കളക്ടർക്കുള്ള ലെറ്ററാണ് ഞാൻ മെമ്പർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഒരു സംശയമില്ല, ഇത് ഇപ്പോൾ 5 ലക്ഷം കൊടുക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള എത്ര സംഖ്യ വരുന്നത് എസ്റ്റിമേറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എസ്റ്റിമേറ്റ് ഒക്കെ വരുന്ന മുറക്ക് ബാക്കിയുള്ള സംഖ്യ മുഴുവനും കൊടുത്ത് ഈ റോഡ് മനോഹരമാക്കി പൂർത്തീകരിക്കുന്നതാണ് എനിക്ക് പറയാം. തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം ചെയ്തു. ഒരുപക്ഷെ അങ്ങനെ എല്ലായിടത്തും നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, പാലിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ MLA-യുടെ ബുക്ക്ലെറ്റ് ആദ്യം തന്നത് എനിക്കാണ്. ഞാനത് മൊത്തം വായിച്ചു നോക്കി, പരിശോധിച്ചു. പാലിച്ചത് മാത്രമാണ് അതിനകത്തുള്ളത്. പിന്നെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്കും ആ ബുക്ക്ലെറ്റ് കൊടുത്തിട്ട് ഓരോ സ്ഥലത്ത് പോയി പരിശോധിക്കാൻ പറഞ്ഞാൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അതെല്ലാം 100% ശരിയാ. താങ്കളെ ഒരുപക്ഷെ ഈ ജനങ്ങളൊക്കെ സ്നേഹിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് നാട്ടുകാർക്കറിയാം. ഈ ജനങ്ങളെല്ലാവരും അതുകൊണ്ടാണ് നിങ്ങളെ കാത്തു നിന്നതും അങ്ങനെ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചതും. ഈ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് MLA-മാരുടെ ജനപ്രതിനിധികളുടെ ഒക്കെ ഏറ്റവും പ്രഥമമായിട്ടുള്ള കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ ആ നാടിന് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. വേറൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ജനങ്ങൾ സാധാരണഗതിയിൽ ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ നാട്ടിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർ പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് എല്ലാവരും, ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാവരോടും അന്വേഷിക്കാറുണ്ട്, പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാറുണ്ട്. വികസനം തന്നെയാണ് ജനങ്ങൾക്ക് ആവശ്യം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഫണ്ടായാലും ബ്ലോക്കായാലും അതുപോലെ തന്നെ നമ്മുടെ
ജില്ലാ പഞ്ചായത്തും MLA MP എല്ലാവരുടെയും ഒരുമിച്ച് നിന്നിട്ടാണ് ഈ വികസന പ്രവർത്തനം മുഴുവൻ നടത്തുന്നത്. ഇനിയും നമ്മുടെ നാടിന് എന്തൊക്കെ ആവശ്യമുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. MLA ഒരിക്കലും നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇത്തവണ മങ്കട മണ്ഡലത്തിലെ ഏകദേശം 7 പഞ്ചായത്തുകളും മൂർക്കനാട് ഉൾപ്പെടെ 7 പഞ്ചായത്തുകളും ഇത്തവണ UDF വിജയിക്കും, വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നൊക്കെ ഒരു ദിവസം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമൊന്നുമല്ല പറയുന്നത്, ജനങ്ങൾ തീരുമാനിച്ചു ഈ UDF മതിയെന്ന്. അങ്ങനെ ജനങ്ങളുടെ തീരുമാനമാണോ ഇത്രയും വലിയൊരു വിജയത്തിന് കാരണം? അല്ല, അതാണ്. അതുകൊണ്ട് ജനങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വലിയ സമയമൊന്നും വൈകാതെ ഈ ലെറ്റർ കൊണ്ട് അവരുടെ മുമ്പിലേക്ക് വന്നത്. ജനങ്ങളാണ് രാജാക്കന്മാർ, അവരാണ് തീരുമാനിക്കുന്നത് ആര് ഭരിക്കണം. ജനങ്ങളുടെ അടുത്താണ് ഇത് അധികാരം മുഴുവൻ. സാദിഖലി തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇങ്ങനെ നിങ്ങൾ ജയിച്ചതല്ല, നിങ്ങളെ വിജയിപ്പിച്ചതാണ്. ആ ഓർമ്മ എല്ലാവർക്കും വേണമെന്ന്. അതാ ഞങ്ങൾ ഏറ്റവും വലിയ നേതാവ് പറഞ്ഞ കാര്യമല്ലേ, ഞങ്ങൾ പിന്നെ വിജയിപ്പിച്ചതാണ്, ജനങ്ങൾ വിജയിപ്പിച്ചതാണ്. അതല്ലാണ് ഞങ്ങൾ എല്ലാവരുടെയും ഉദ്ദേശം. അതാണ് ഞങ്ങൾ ആലോചിക്കേണ്ടത്. അതാണ് ഞങ്ങൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത്. നജ്മ തബ്ഷീർ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ തന്നെ നജ്മ തബ്ഷീറോട് പറഞ്ഞിരുന്നു, MLA പറഞ്ഞ പോലെ തന്നെ ഈ ജയിക്കും, ഇവിടെ മിക്കവാറും പ്രസിഡന്റ് ആകാൻ വേറെ ആരുമില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞു. തമാശയ്ക്ക് പറഞ്ഞാണെന്നാലും കൂട്ടിയതെങ്കിലും MLA പറഞ്ഞില്ലേ. അപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തി, വളരെ സന്തോഷമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നജ്മയുടെ കാര്യപ്രാപ്തി കൊണ്ട് കഴിയുമെന്നാണ് എല്ലാ നേതാക്കളും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഒരുപക്ഷെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുക്കുന്നു, MLA ഉൾപ്പെടെ എല്ലാവരും വന്നിട്ട് വാക്ക് പാലിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ജനങ്ങൾക്കൊക്കെ. ജനങ്ങളോട് ഇനി എന്താ പറയാനുള്ളത്? അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഒന്നും നേടാനില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇന്ന് ഞങ്ങൾ ആദ്യം MLA തന്നെ സൂചിപ്പിച്ച പോലെ, ഞാനാണെങ്കിലും സിദ്ദിഖാണെങ്കിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുകുമാരേട്ടനാണെങ്കിലും ഒക്കെ തുടങ്ങിയ സ്ഥലമാണിത്. ആദ്യം കേട്ട ആവശ്യമാണിത്. ആ ആദ്യം കേട്ട ആവശ്യം പൂർത്തീകരിക്കാൻ ഞങ്ങളുടെ ഭരണസമിതി ഔദ്യോഗികമായി അധികാരത്തിൽ വന്ന ഒരൊറ്റ വർക്കിംഗ് ഡേ പൂർത്തിയാവുന്നതിന് മുന്നേ MLA അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും തീർത്ത് നമുക്ക് പേപ്പർ തന്നു. അങ്ങനെ നമ്മൾ കാര്യബോധത്തോടു കൂടി നയിക്കാൻ ഒരു ടീമായിട്ട് എല്ലാവരും ഉണ്ട്. അത് ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും പഞ്ചായത്തിലൊക്കെ UDFന്റെ ഭരണസമിതിയാണ് എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസമുണ്ട്. ആ ഒരു ടീം എല്ലായ്പ്പോഴും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ജനങ്ങളും അവരുടെ തീരുമാനങ്ങളാണല്ലോ എല്ലാം. അതുകൊണ്ട് ആത്മവിശ്വാസമുണ്ട്. റെയിൽവേക്കരയിലെ റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഏതായാലും 5 ലക്ഷം രൂപ MLA കൊടുത്തു, നേരിട്ട് വന്ന് ഈ സ്ഥലത്ത് വന്ന് കൊടുത്തത്. ഏതായാലും അതിന്റെ കൂടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുമാരൻ ചേട്ടനുണ്ട്, പിന്നെ എല്ലാവരും ഇവിടുത്തെ വാർഡ് മെമ്പറും ഉണ്ട്. വലിയ ഭൂരിപക്ഷത്തിന് നാട്ടുകാരെ ജയിച്ചാണ്. സുമാരൻ ചേട്ടാ, നിങ്ങളെയും വലിയ ഭൂരിപക്ഷത്തിനാണ് നാട്ടുകാരെ ജയിപ്പിച്ചു വിട്ടത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതുപോലെ MLA വന്നിട്ടില്ലേ? ഈ സമയത്ത് ഇത്രയും ഇത് ഒരു വാക്ക് പാലിക്കാൻ MLA വന്നു. ആദ്യത്തെ ഒരു ഇതാണ് അല്ലെ, ആദ്യത്തെ ഒരു പ്രഖ്യാപനം നിങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഔദ്യോഗികമായ ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് വരാൻ കഴിയുമെന്ന് ഈ ജനങ്ങൾ തന്നെ പ്രതീക്ഷിച്ചാൽ കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. കാരണം ഞങ്ങളിപ്പോ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഇവിടെ അധികാരമേറ്റി 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അപ്പോഴത്തെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും MLAയും ഗ്രാമപഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഇനി MP മാത്രമേ കുറവുള്ളൂ അധികാര കേന്ദ്രത്തിന്റെ. അവരൊക്കെ എത്തി. അതിനർത്ഥം എന്താണ്? ഞങ്ങൾ നൽകിയ വാഗ്ദാനം സമയബന്ധിതമായും സുതാര്യമായും കൃത്യനിഷ്ഠയോട് നടപ്പിലാക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിപ്പോ MLA കൈമാറിയ ആ കലക്ടർക്ക് കൊടുത്ത കത്ത്. വളരെ വൈകാതെ തന്നെ ഈ ഒരു 2 മാസത്തിനകത്ത് ഇവിടുത്തെ റോഡിന്റെ പ്രവൃത്തി ആരംഭിക്കും. അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. അത് തന്നെയായിരിക്കും ഞങ്ങളുടെ മുൻഗണന ഈ വരാൻ പോകുന്ന 5 വർഷവും. ഇവിടുത്തെ വാർഡ് മെമ്പർ ജയിച്ചത് സിദ്ദിഖ് അല്ലേ? സിദ്ദിഖ് മുതുകുറ്റി. സിദ്ദിഖ് മുതുകുറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ വാർഡിലാണ് ഇപ്പോ മഞ്ഞളാംകുഴി അലി MLA വന്ന് ഈ റോഡ്, റെയിൽവേക്കര റോഡിന് വേണ്ടി 5 ലക്ഷം രൂപ നേരിട്ട് കൊണ്ടുവന്ന് മറ്റ് ജനപ്രതിനിധികളെ ഏൽപ്പിക്കുന്നത്. നാട്ടുകാരെല്ലാവരും സാക്ഷിയാക്കി. ഇവിടുത്തെ വിജയിച്ച വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ LDF സ്ഥിരമായിട്ട് ജയിക്കുന്ന ഒരു വാർഡായിരുന്നു. വലിയ ഭൂരിപക്ഷത്തിന് 470 അല്ലേ, 470 ചില്ലാനം വോട്ടിനൊക്കെയാണ് നാട്ടുകാരെ ജയിപ്പിച്ചത്. അപ്പോൾ ആ ജയിച്ചതിനൊരു കാരണം കൂടി ഉണ്ട്. MLA ആദ്യഘട്ട പ്രചരണം തുടങ്ങിയത് ഈ മണ്ണിൽ നിന്നാണ്. തൊട്ടടുത്ത് റെയിൽവേ ലൈനാണ് കാണുന്നത്. ഇവിടുന്ന് നാട്ടുകാർ ഒരു ആവശ്യം ഉന്നയിച്ചു, ആവശ്യം നടപ്പാക്കാം, പക്ഷേ നിങ്ങൾ UDFന്റെ ഈ പ്രതിനിധിയെ ജയിപ്പിച്ച് ജനപ്രതിനിധി ആക്കണമെന്ന് പറഞ്ഞു. ജനങ്ങൾ അത് പാലിച്ചു. 24 മണിക്കൂറിനുള്ളിൽ ആ വാഗ്ദാനം നിറവേറ്റി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ. വാർഡ് മെമ്പർ ഇതുപോലെ മിക്കവാറും എല്ലാ വാർഡിലൊന്നും ഇങ്ങനെയുള്ള അത്ഭുതമൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അല്ലേ ഇത്? തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കിട്ടിയ പ്ലസ് പോയിന്റാണ് അത്. കാരണം ഒരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. അത് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾക്കൊരു അംഗീകാരം, ജനങ്ങളോട് നമുക്കുള്ളൊരു മതിപ്പും കൂടിയാണത്. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KS അനീഷ് നേരത്തെ ഇപ്പൊ
MLA 5 ലക്ഷം രൂപയുടെ ഫണ്ടിന്റെ രേഖകളൊക്കെ കൈമാറിയതെല്ലാം പ്രേക്ഷകർ കണ്ടു. ഇനിയിപ്പോൾ ഫണ്ടിലേക്ക് കടക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? DCC എക്സിക്യൂട്ടീവ് മെമ്പർ KS അനീഷ് അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ആദ്യം തുടങ്ങിയത് ഇവിടെ നിന്നാണ് എന്നാണല്ലോ ഇവർ പറയുന്നത്. ആ സമയത്ത് MLA അടുത്ത് ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചത്, ജനങ്ങളുടെ ആവശ്യമാണെന്ന് അറിയിച്ചതും അനീഷേട്ടനായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്നും ഞാൻ അറിഞ്ഞത്. അനീഷേട്ട, ഇങ്ങനെ ഒരു വലിയ കാര്യം നിങ്ങൾ കണ്ടെത്തിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുക, അവസാനം ഇതങ്ങട് ഇവിടം വരെ എത്തിയതിന്റെ ഒരു സന്തോഷം അങ്ങനെയുണ്ട് താങ്കൾ? വലിയ സന്തോഷമാണ്. കാരണം സിദ്ദിഖ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുകയാണ്. തുടക്കം കുറിക്കുമ്പോൾ സിദ്ദിഖ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പ്രദേശത്ത്. അപ്പോൾ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ റെയിൽവേയുടെ അവിടെയാണെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ആ റോഡ് ആകെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ ഒരു 18 കുടുംബമുണ്ട്. അവർ വോട്ട് ചെയ്യില്ല, വോട്ട് ബഹിഷ്കരിക്കാൻ നിൽക്കുകയാണ്, തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതിനൊരു പോംവഴി എന്താണ്? ഇത് ബഹിഷ്കരിക്കാതിരിക്കാൻ എന്താണ് പോംവഴി എന്നാണല്ലോ ചോദിക്കുക. അപ്പോൾ സിദ്ദിഖ് എന്നോട് പറഞ്ഞു, മഞ്ഞളാംകുഴി അലി MLA ഇവിടെ നേരിട്ട് വന്ന് പറഞ്ഞാൽ അതിനൊരു അനുഭവം ഉണ്ട്. ഞാനത് പിന്നെ പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല. ഇതിന് നേരെ അപ്പുറത്ത് പുതുവത്തിൽ കോളനി എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ട്. ആ കോളനിക്കകത്ത് ഇതേപോലെ ഒരു പ്രശ്നം കഴിഞ്ഞ 10-15 കൊല്ലം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിനുണ്ടായി. റോഡ് ആകെ ഉടഞ്ഞു പൊളിഞ്ഞു കിടക്കുക മാത്രമല്ല, റോഡ് തന്നെ ഇല്ലാത്ത സ്ഥലത്ത് ഈ വാർഡിലാണ് അവിടെ പുലി ഇറങ്ങുന്ന പോലുള്ള അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു ഇത്. അത്ര അപകടകരമായ അവസ്ഥ ഉള്ള ഒരു സ്ഥലം, ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത ആ സ്ഥലം. അവിടെ അന്ന് ഇതേപോലെ MLA ഞങ്ങള് അന്ന് ഇവിടുത്തെ MLA അലിക്കാക്കയല്ല, കബീർ സാഹിബാണ്. കബീർ സാഹിബ് വരണം എന്നല്ല ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അവിടുത്തെ ആളുകൾ പറഞ്ഞത് എന്നോട് പറഞ്ഞു, അലിയാക്ക വന്ന് പറഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യും എന്നാണ്. അങ്ങനെ അലിയാക്ക വന്ന് അലിയാക്ക പ്രഖ്യാപിച്ചു ഞങ്ങൾ റോഡ് സംഭവം കബീർ സാഹിബിന്റെ സാന്നിധ്യത്തിലാണ് അലിയാക്ക പ്രഖ്യാപിച്ചത്. എന്തായാലും ഇവരെ ഒരു 2 മാസത്തിനുള്ളിൽ 28 ലക്ഷം രൂപ കൊടുത്ത പുതുവത്ത് കോളനിയിലെ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ അതിന്റെ ഫണ്ട് പാസ്സാക്കി അതിന്റെ തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസം അത് ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടായതുകൊണ്ടാണ് അലിയാക്ക തന്നെ വരണമെന്ന് ഇവിടെ പറഞ്ഞത്. അലിയാക്കോടെ വന്നു. അലിയാക്ക തെരഞ്ഞെടുപ്പാണ്, അദ്ദേഹത്തിന് പറയുന്നതിന് പരിധി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ എന്താണോ ആവശ്യം അത് നമുക്ക് നോക്കാം, അത് അത്രേ പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു. ഇതിനൊക്കെ വലിയൊരു ഒരു സന്തോഷം എന്താ വെച്ചാൽ, അലിയാക്ക എന്നെ വിളിച്ചിട്ട് പറയാണ്, എന്നെ വിളിച്ചിട്ടാണ് പറയാണ്, എടോ അനീഷെ ആ റോഡ് പാസ്സായിട്ടുണ്ട്, ഞാൻ 5 ലക്ഷം റുപ്യക്ക് വെച്ചിട്ടുണ്ട്, എവിടെയെന്ന് ചോദിച്ചു. ഞാൻ കുറെ സ്ഥലത്തേക്ക് അലിയാക്കാനെ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പോൾ എന്നോട് പറഞ്ഞു റെയിൽവേന്റെ അവിടെയുള്ള റോഡാണ് എന്ന് അലിയാക്ക ഇങ്ങോട്ട് വിളിച്ച് പറയാണ്. ഒരു MLA ഈ 150 വാർഡുകളുള്ള ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിനകത്ത് അദ്ദേഹം ഈ പ്രദേശത്ത് ചെയ്ത ഒരു വാഗ്ദാനം അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ച്, ഞങ്ങൾ അങ്ങോട്ട് പറയാനുള്ള അവസരം, സിദ്ദിഖിന് അങ്ങോട്ട് അല്ലെങ്കിൽ നജീബക്ക് സുഗൂനൊന്നും അങ്ങോട്ട് പറയാനുള്ള അവസരം മൂപ്പര് നൽകിയില്ല, അങ്ങോട്ട് വിളിച്ച് പറയാണ് ഞങ്ങളോട്. അപ്പൊ അങ്ങനെ ജനപ്രിയനായ ജനകീയനായ ഒരു MLA ഞങ്ങൾക്കുണ്ടായതാണ്. ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കൊക്കെ നാട്ടുകാരോട് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ചെയ്യും എന്ന് പറയാനുള്ള ആത്മവിശ്വാസത്തിന്റെ ധൈര്യം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. ഇതിന് അലിയാക്കയോട് നന്ദി പറയാൻ എങ്ങനെ നന്ദി പറയണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് ഞങ്ങള് ജനപ്രതിനിധികൾക്ക് മാത്രമല്ല, ഞങ്ങൾ അങ്ങാടിപ്പുറത്തെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തവർക്കൊക്കെ അതിന് നന്ദി അലിയാക്കയോടുണ്ട്, ആ കടപ്പാട് അലിയാക്കയോടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. UDF കോൺഗ്രസ് ആണ് ഇവിടെ മത്സരിച്ചത്, നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ചു. മഞ്ഞളാംകുഴി അലി MLA ഈ കാര്യം സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം പാസ്സായിട്ടുണ്ടെന്നുള്ളൂ അനീഷ് ചേട്ടനെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ നാട്ടുകാരുടെയൊക്കെ അഭിപ്രായം എടുത്തപ്പോൾ നാട്ടുകാരും പറഞ്ഞിരുന്നു അതിനുവേണ്ടി ശ്രമിച്ച ഒരാള് അനീഷ് ചേട്ടനാണ്. പിന്നെ ഇവരൊക്കെ പ്രചരണം ആദ്യഘട്ടത്തിൽ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ജനങ്ങൾക്കൊരു ഉറപ്പ് കൊടുത്തു. ഉറപ്പെന്ന് പറഞ്ഞാൽ പരിഹരിക്കാം. ഒരു MLA വാക്ക്, ഉറപ്പ് എന്ന് പറയുന്നത് അത് നല്ലൊരു ഉറപ്പായിരുന്നു. 5 ലക്ഷം രൂപ വാർഡ് മെമ്പറെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ആ പണി അങ്ങ് തുടങ്ങിയേക്കാം. ഇനി ഈ നാട്ടുകാർ ഞങ്ങൾ കണ്ടു ഈ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടി ഒന്നും സാധാരണ ഒരു വയ്യാത്ത ആളെ എന്തായാലും ഒരു വണ്ടിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അത്ര മോശമാണ്. ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വണ്ടി ഇതിലേക്ക് വരാറില്ല, ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരില്ല. ഇങ്ങനെയാണ് പലരും ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇത്തരം ഇങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടുകാർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നല്ല നമ്മൾ ധരിക്കേണ്ടത്. നേരത്തെ ഞാൻ എല്ലാ ചാനലുകളും എല്ലാവരും വാർത്തയാക്കിയതാണല്ലോ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. ഞാൻ ജയിച്ചു എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളെ ജനം ജയിപ്പിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞ ആ വാക്കില്ലേ. അപ്പൊ നമ്മൾ ജനങ്ങൾ ജയിപ്പിച്ചവരാണ് ഓരോ ജനപ്രതിനിധികളും. ഇനിയും ഈ നാട്ടിൽ എന്ത് വികസന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരോടൊപ്പം എല്ലാവരും ഈ ജനപ്രതിനിധികൾ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് കൂടി മഞ്ഞളാംകുഴി അലി MLA യും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ്
അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയും അതുകൂടാണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുകുമാരൻ ചേട്ടനും പിന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറും എല്ലാവരും തരുന്നുണ്ട്. ജനങ്ങൾ ഏതായാലും നിങ്ങൾക്ക് തെറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ജയിപ്പിച്ചവർ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നേരിട്ട് വന്ന് അവർ തെളിയിക്കുന്നു. ഇനിയും അങ്ങനെ ഉണ്ടാകട്ടെ എന്നാണ് ഞാനും ആശംസിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കണം. അങ്ങനെ സംഭവിച്ചാലാണല്ലോ ജനങ്ങളുടെ മനസ്സിൽ എല്ലാവരും കയറി ഇരിക്കാൻ പറ്റുകയുള്ളൂ. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.